ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ നിങ്ങളിപ്പോൾ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് അനാലിസിസിനെ കുറിച്ചൊക്കെ പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ബ്രേക്ക് ഔട്ട് എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ശരിക്കും ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് സ്പോട്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഒന്നിൽ ട്രേഡ് ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്താണ് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഔട്ട് എന്നുള്ളത് നമ്മളിവിടെ നോക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അങ്ങനെ പലതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം, അങ്ങനെയെങ്കിൽ നമുക്ക് തെറ്റായ ഒരു നീക്കം ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. പക്ഷേ ഇവിടുത്തെ ആദ്യത്തെ കാര്യം ആദ്യം തന്നെ ഞാൻ പറയാമല്ലോ. ഇപ്പം നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് ബ്രേക്ക് ഔട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ബ്രേക്ക് ഔട്ട് ഐഡന്റിഫൈ ചെയ്യാമെന്ന് നേരെ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ബ്രേക്ക് ഔട്ട് എന്നുള്ളത് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ബേസിക്കലി ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസറ്റിന്റെ പ്രൈസ്, അതായത് ഷെയർ അല്ലെങ്കിൽ കമ്മോഡിറ്റിന്റെ ഒക്കെ പ്രൈസ് ചില ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ പോകുമ്പോഴാണ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത്. അപ്പം ബ്രേക്ക് ഔട്ട് ഇപ്പോൾ ഇൻട്രാഡേയിലും ഏതാനും വർഷങ്ങൾക്കുള്ളിലൊക്കെ സംഭവിക്കാം. അപ്പോൾ ബ്രേക്ക് ഔട്ട് ഇപ്പം ഇൻട്രാഡേ ചാർട്ടിലോ അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ടിലോ സംഭവിക്കുന്ന ഒന്നല്ല ഇവിടുത്തെ കാര്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ബ്രേക്ക് ഔട്ട് കാണിക്കുന്നത് എന്താണ്? മാർക്കറ്റിൽ ബയേഴ്സ് സെല്ലേഴ്സിനെ മറികടക്കുന്നു എന്നാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര സീംലെസിന്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് മാസമായിട്ട് 700 അതുപോലെ തന്നെ 550 ഇടയ്ക്ക് ബൗൺസ് ചെയ്യുവാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 700 ഈ ഒരു റേഞ്ചിൽ അപ്പർ ലിമിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് എന്ന് അറിയപ്പെടും. എന്നിട്ട് ഡിസംബർ 2024 700ന്റെ മുകളിൽ പോയി. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഈ ഒരു ഷെയറിന്റെ സപ്ലൈനെ വെച്ച് നോക്കുമ്പോൾ ഡിമാൻഡ് കൂടിയതിന്റെ സിഗ്നലാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ബുൾസ് ആർ ഓവർ പവറിങ് ദ ബേയേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ബ്രേക്ക് ഔട്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് അത് നമുക്കിനി നോക്കാം. അപ്പോൾ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നതിന് രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ആണുള്ളത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ ഒരു സർട്ടൻ ലെവലിന് മുകളിൽ പ്രൈസ് ബ്രേക്ക് ചെയ്യാനുള്ള കാരണം ഈ ഒരു ടൈമിൽ സെല്ലേഴ്സ് സപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ യൂണിറ്റ്സ് ബയേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. മുമ്പ് ഈ ഒരു ലെവലിൽ പ്രൈസ് എത്തുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സെല്ലേഴ്സ് എൻറ്റർ ചെയ്യും. അപ്പോൾ ഇതൊരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറിന് കാരണമാവും. അപ്പം ഇത് കാരണം മുകളിലേക്ക് പ്രൈസ് കയറുന്നത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ലെവലിനെ മിക്കപ്പോഴും റെസിസ്റ്റൻസ് എന്നും അറിയപ്പെടുന്നത്. കാരണം ഇതൊരു ബാരിയർ പോലെ ആക്ട് ചെയ്യും. ഇനിയിപ്പം ബ്രേക്ക് ഔട്ടിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട്സ് നല്ലതായതുകൊണ്ടാവാം, അല്ലെങ്കിൽ വലിയൊരു മേജർ കാരണമാവാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ആയതുകൊണ്ട് അങ്ങനെ ആകാം. അപ്പം അല്ലെങ്കിൽ വേണമെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ലോങ് ടേമിൽ സ്റ്റോക്സിലേക്ക് വലിയ പൊസിഷൻ എടുത്തുകൊണ്ടും ആവാം. അപ്പോൾ ബയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോസിറ്റീവ് റീസണും ബ്രേക്ക് ഔട്ടിന് കാരണമാകാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 ഓഗസ്റ്റ് 19 ചെന്നൈ പ്ലാനിൽ ബ്രസീലിയൻ അതോറിറ്റീസിന് ഓഡിറ്റ് ക്ലിയർ ആയെന്ന ന്യൂസ് വന്നപ്പോൾ ക്യാപ്ലിൻ പോയിന്റ്സ് ലാബിന്റെ ഷെയർ 16.43% കൂടി. അതുപോലെ തന്നെ മുന്നത്തെ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ബ്രേക്ക് ഔട്ടായി. അപ്പോൾ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാർക്കറ്റ് നമ്മളോട് പറയുകയാണ് ബയേഴ്സ് മാർക്കറ്റിൽ കൺട്രോൾ ഏറ്റെടുത്തു എന്ന്. ഇനിയിപ്പോൾ പ്രൈസ് ഇടിഞ്ഞ് എന്താണ് സംഭവിക്കുക? അതായത് ഒരു പോയിന്റ് താഴെ പോയാൽ അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് നമ്മൾ പറയുന്നത്. അതായത് മെയിൻ ലെവൽ, അതായത് സപ്പോർട്ടിന് താഴെ പ്രൈസ് ഇടിയുമ്പോൾ, അതായത് സെല്ലേഴ്സ് ബയേഴ്സിനെ മറികടക്കുമ്പോൾ. അപ്പം നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ഇപ്പം മെയിൻ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ പ്രൈസ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ചാറ്റ് പാറ്റേൺ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ ബെയറിഷ് പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് സീമെൻസ് ലിമിറ്റഡ് 6500 മുതൽ 7090 എന്ന റേഞ്ചിന്റെ ഇടയ്ക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രൈസ് 6500 എന്ന ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും ബയേഴ്സ് സ്റ്റെപ്പിൻ ചെയ്തു. അതുപോലത്തെ സ്റ്റോക്സ് വീണ്ടും ഇടിയുന്നത് നിന്നു. പക്ഷേ ചില ഇവന്റ്സ് കാരണം പ്രൈസ് 6500 എന്ന ലെവലിന് താഴെ ബ്രേക്ക് ചെയ്തു, അതുപോലെ ഇടിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ സെല്ലേഴ്സിന്റെ ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ അതുപോലെ ബ്രേക്ക് ഔട്ടിന് മീനിങ് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എങ്ങനെ ബ്രേക്ക് ഔട്ട് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മോസ്റ്റ് കോമൺ ടൈപ്പ് ബ്രേക്ക് ഔട്ട് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതാണ് ബ്രേക്ക് ഔട്ട് എബോവ് റെസിസ്റ്റൻസ് ലെവൽ. സോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെല്ലേഴ്സ് വരുന്ന ഒരു പ്രൈസ് പോയിന്റ് ആണ്. അപ്പോൾ ഷെയറിന്റെ സപ്ലൈ സ്ട്രോങ് ആകും. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് പ്രഷർ കാരണം വീണ്ടും പ്രൈസ് കയറുന്നത് തടയും. അപ്പോൾ ഇത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ നോർമലി ഈ ഒരു റെസിസ്റ്റൻസ് ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാരിയർ കടന്നു പോകാനായിട്ട് പ്രൈസിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പം സപ്ലൈ പ്രഷർ അബ്സോർവ് ചെയ്യാൻ മാത്രം സ്റ്റോക്കിന്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറും. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ L&T ലിമിറ്റഡിന്റെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 3850 പ്രൈസ് ലെവലിൽ സ്റ്റോക്കിന്റെ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ ഒരു ലെവലിൽ സ്റ്റോക്കിന്റെ സപ്ലൈ ഡിമാൻഡിനേക്കാളും കൂടുതലാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഫോം ചെയ്യാണ്.
അപ്പം എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഒരു സർട്ടൻ ലെവലിൽ പ്രൈസ് ഒരുപാട് തവണ റിജക്ട് ചെയ്യുമ്പം റെസിസ്റ്റൻസ് സോൺ എന്ന നിലയിൽ ഇത് വീക്ക് ആവും. സോ ഒരുപാട് റിജക്ഷന് ശേഷം ബ്രേക്ക്ഔട്ട് സംഭവിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ബയേഴ്സ് സെല്ലേഴ്സിന് മറികടക്കുന്നു എന്നുള്ളൊരു സിഗ്നലാണിത്. ഇപ്പം റെസിസ്റ്റൻസിന് മുകളിൽ ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത് ഡിമാൻഡ് ഒരുപാട് കൂടി പ്രൈസ് റെസിസ്റ്റൻസ് ലെവൽ മറികടക്കുമ്പോഴാണ്. അപ്പോൾ ഇത് ബുള്ളിഷ് സിഗ്നലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അശോക് ലേലാൻഡ് ഡെയിലി ചാർട്ടിൽ റെസിസ്റ്റൻസ് ലെവലായ 190 മുകളിൽ ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ട് 2024 മെയ്യിലാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ലെവലിൽ പലതവണ പ്രൈസ് റിജക്ട് ചെയ്തു. ഇനി നമുക്ക് ബ്രേക്ക്ഔട്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡ് നമുക്ക് നോക്കാം, ബ്രേക്ക്ഔട്ട്സ് ഫ്രം ചാർട്ട് പാറ്റേൺ. ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ പ്രൈസ് മൂവ്മെന്റ് വഴി ഉണ്ടാകുന്ന വിഷ്വൽ ഫോർമേഷൻ ആണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഈ ഒരു ചാർട്ട് പാറ്റേൺ ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ പ്രൈസ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചാർട്ട് പാറ്റേൺസിന് ബുള്ളിഷ് അതുപോലെ ബെയറിഷ് മൂവ്മെന്റ്സ് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ബ്രേക്ക്ഔട്ട്സ് ആണ്, അല്ലാതെ ബ്രേക്ക് ഡൗൺസ് അല്ല. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ബുള്ളിഷ് ചാർട്ട് പാറ്റേൺസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു ബുള്ളിഷ് ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യുമ്പോൾ അത് സെല്ലർ അതുപോലെ ബയർ തമ്മിൽ അൺസർട്ടനിറ്റിയാണ് മിക്കപ്പോഴും കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പ്രൈസ് പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ബയേഴ്സിന് കൺട്രോൾ നേടി എന്നുള്ളൊരു സിഗ്നലാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റത്തിലുള്ള ഷിഫ്റ്റ് തുടർച്ചയായിട്ട് അപ്വേർഡ് മൂവ്മെന്റിനുള്ള ചാൻസ് നല്ല രീതിയിൽ കൂട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 തുടക്കത്തിൽ ധനുക്ക അഗ്രിടെക് സ്റ്റോക്ക് ഒരു ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു പാറ്റേണിന്റെ ഉള്ളിലുള്ള പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ ബൈയിങ് ആക്ടിവിറ്റി ടെമ്പററി കൂൾ ഡൗൺ ആയെന്നാണ്. അതുപോലെ തന്നെ ഏപ്രിൽ 2024 പ്രൈസ് ബ്രേക്ക്ഔട്ട് സംഭവിച്ചപ്പോൾ അത് കാണിക്കുന്നത് പ്രൈസ് കൺട്രോൾ റീഗെയിൻ ചെയ്യുവാണെന്നാണ്. സോ ഈ ഒരു ചാർട്ട് പാറ്റേൺ ഒരു പവർഫുൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അതുപോലെ ട്രേഡേഴ്സിന് പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റീസ് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 ഫസ്റ്റ് ഹാഫിൽ അപ്പോളോ ഹോസ്പിറ്റൽ ലിമിറ്റഡ് ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ കാണാം. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ കൺസോൾട്ടേഷൻ ആണ് കാണിച്ചത്, അല്ലെങ്കിൽ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് തമ്മിലുള്ള അൺസർട്ടനിറ്റി പീരീഡ് ആണ്. പക്ഷേ ജൂൺ 2nd വീക്കിൽ ഈ ഒരു പാറ്റേൺ ബ്രേക്ക്ഔട്ട് സംഭവിച്ചപ്പോൾ ബയേഴ്സ് കൺട്രോൾ ഏറ്റെടുത്തുവെന്നും അതുപോലെ ബ്രേക്ക്ഔട്ടിന് ശേഷം റാലി സംഭവിച്ചു. അപ്പം ഇങ്ങനെയാണ് ചാർട്ട് പാറ്റേണിന് ബ്രേക്ക്ഔട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഔട്ട് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് നോക്കാം. അതാണ് ബ്രേക്ക്ഔട്ട് ഫ്രം എ ചാനൽ. ഇപ്പോൾ ഒരു ചാർട്ട് പാറ്റേണിന് പകരം പ്രൈസ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് ചാനൽസ് ഫോം ചെയ്താൽ അതുപോലെ തന്നെ ചാനലിനുള്ള ബ്രേക്ക്ഔട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് കൺസോൾട്ടേഷൻ ഫേസ് ആണ്. അപ്പോൾ രണ്ട് പാരലൽ ലൈനിൻ്റെ ഇടയ്ക്ക് പ്രൈസ് മൂവ് ചെയ്യും, അതായത് മുകളിലെ റെസിസ്റ്റൻസ് ലൈനും അതുപോലെ തന്നെ താഴത്തെ സപ്പോർട്ട് ലൈനും. അതുപോലെ ഈ ഒരു പീരീഡിൽ പ്രൈസ് ആക്ഷൻ എന്താണ് റേഞ്ച് ബൗണ്ട് ആയിട്ട് തുടരും, അതായത് ഒരു ക്ലിയർ ട്രെൻഡ് ഇല്ലാതെ സൈഡ് വേസ് മൂവ് ചെയ്യും. അതുപോലെ ചാനലിന് അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു മൈൽഡ് ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ടെൻഡൻസിയാണ്. എന്നാൽ സൈഡ് വേസ് ചാനൽ കാണിക്കുന്നത് ട്രേഡേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കാത്തൊരു ഫേസ് ആണ്. അപ്പോൾ ഇവിടെ ബയേഴ്സിനോ അല്ലെങ്കിൽ സെല്ലേഴ്സിനോ രണ്ടു പേർക്കും ഒരു ഡയറക്ഷനിലേക്ക് പ്രൈസ് പുഷ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ഇക്വിലിബ്രിയം സപ്പോർട്ട് അതുപോലെ റെസിസ്റ്റൻസിനിടയ്ക്ക് ബാക്ക് ആൻഡ് ഫോർത്തിന് കാരണമാവും. പക്ഷേ ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചാൽ, അതായത് സ്ട്രോങ് മൊമെന്റത്തോടെ പ്രൈസ് റെസിസ്റ്റൻസ് ലൈൻ ബ്രീച്ച് ചെയ്താൽ ഇത് മാർക്കറ്റ് സെന്റിമെന്റ്സിലെ ഷിഫ്റ്റാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൈഡ് വേസ് ചാനലിൽ നിന്നുള്ള ബ്രേക്ക്ഔട്ട് സൂചിപ്പിക്കുന്നത് ബയേഴ്സ് കൺട്രോൾ ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെ ഡിമാൻഡ് കൂടുന്നതുമാണ്. അപ്പോൾ ഇതൊരു പൊട്ടൻഷ്യൽ അപ്വേർഡ് ട്രെൻഡിന് കാരണമാകും. ഒരു എക്സാമ്പിൾ പറയാം, ഐഷർ മോട്ടോഴ്സ് ലിമിറ്റഡിന്റെ ചാർട്ട് കാണാം. അപ്പോൾ വില ഏകദേശം 5000 ലെവലിൽ റെസിസ്റ്റൻസ് കാണാം, അതുപോലെ ഏകദേശം 4500 അടുത്ത് സപ്പോർട്ട് കാണാം. അപ്പോൾ 2 ജാനുവരി 2025 വരെ പ്രൈസ് സ്റ്റോക്കിന്റെ ഡിമാൻഡ് കൂടിയത് കാരണം പ്രൈസ് റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിൽ പോയി. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഔട്ട് സ്പോട്ട് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് കണ്ടു അല്ലേ? പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും ഒരു ബ്രേക്ക്ഔട്ട് ജെന്യൂൻ ആണോ അല്ലെങ്കിൽ ഫാൾ സിഗ്നൽ ആണോ എന്നുള്ളൊരു കാര്യം? അപ്പോൾ പല ബ്രേക്ക്ഔട്ട്സും ഫെയിൽ ആവും. അപ്പോൾ പ്രൈസ് റെസിസ്റ്റൻസിന് മുകളിൽ പോയിട്ട് വീണ്ടും അത് താഴേക്ക് വീഴും. അപ്പോൾ ഇത് നഷ്ടത്തിന് നമുക്ക് കാരണമാവുന്ന ഒരു കാര്യമാണ്. സോ ട്രേഡേഴ്സ് ഇങ്ങനെയുള്ള ഫേക്ക് ബ്രേക്ക്ഔട്ട്സിൽ കുടുങ്ങി പോകാതിരിക്കാനായിട്ട് സ്ട്രോങ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ, ഹയർ വോളിയം അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ലെവലിലെ റീടെസ്റ്റ് പോലുള്ള ഫാക്ടേഴ്സ് വഴി നമ്മൾ കൺഫർമേഷൻ എടുക്കണം. അപ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ലാതെയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് നമുക്കൊരു റിയൽ ഓപ്പർച്യൂണിറ്റിക്ക് പകരം ഒരു ട്രാപ്പ് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഔട്ട് കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സ് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പല ഫാൾസ് ബ്രേക്ക്ഔട്ട്സിലേക്ക് നിങ്ങൾ വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാർസൻ ആൻഡ് ടുബ്രോയുടെ ലോങ് സ്റ്റാൻഡിംഗ് റെസിസ്റ്റൻസ് ലെവലായ ഏകദേശം 3850 ലെവലിൻ്റെ മുകളിൽ നിന്ന് ബ്രേക്കായി. അതുപോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ ഈ ഒരു സോണിലേക്ക് തിരിച്ചു വീണു. ഇപ്പോൾ ഒരു ട്രേഡർ ഈ ഒരു ബ്രേക്ക്ഔട്ടിന് സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ അവർ സ്റ്റോപ്പ് ലോസ് അടിച്ചേനെ. സോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു ബ്രേക്ക്ഔട്ട് റിയലി സ്ട്രോങ് ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ആണോ എന്നുള്ളൊരു കാര്യം? അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൺഫർമേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ വോളിയം കൺഫർമേഷൻ ആണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിൽ ഒന്നാണിത്. അതായത് ബ്രേക്ക്ഔട്ടിൻ്റെ ടൈമിൽ വോളിയം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ട്രേഡഡ് നോക്കും.
കാരണം ബ്രേക്ക്ഔട്ടിന്റെ സമയത്ത് ഒരുപാട് നമ്പേഴ്സ് ഷെയർസ് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആ ലെവലിൽ വാങ്ങുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രേക്ക്ഔട്ട് ജെന്യൂൻ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വോളിയം കുറവാണെങ്കിൽ ഫാൾസ് ബ്രേക്ക്ഔട്ട് ആകാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് ഷെയർ പ്രൈസ് ജൂൺ 12, 2024 1150 ലെവലിന്റെ മുകളിൽ ബ്രേക്ക്ഔട്ട് കണ്ടു. അപ്പോൾ പൊതുവെ ഉള്ളതിനേക്കാളും കൂടുതൽ വോളിയത്തിലാണ് കണ്ടത്. അത് കാരണം വരും മാസങ്ങളിൽ സ്റ്റോക്ക് പ്രൈസിൽ വലിയൊരു റാലിക്ക് കാരണമായി. അപ്പം ഇവിടെ ഈ ഒരു ലെവലിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഉണ്ടായിരുന്നു എന്നതിന്റെ സിഗ്നൽ ആയിരുന്നു ഇത്. ഇനിയിപ്പം വോളിയത്തിന്റെ ഒപ്പം ട്രേഡേഴ്സിന് വലിയ ഗ്രീൻ കാൻഡിൽസ് നോക്കാം. അതൊരു സ്ട്രോങ് പ്രൈസ് ആക്ഷൻ ആണ് കാണിക്കുന്നത്. ഇനി അടുത്ത് ടൈം ബേസ്ഡ് കൺഫർമേഷൻ ആണ്. ഇപ്പോൾ ട്രേഡേഴ്സ് ഒരിക്കലും ജസ്റ്റ് ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്ന ഫസ്റ്റ് ക്യാൻഡിൽ വിശ്വസിക്കരുത്. ആ ഒരു ലെവലിന് മുകളിൽ പ്രൈസ് ഹോൾഡ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡെയിലി ചാർട്ടിലാണെങ്കിൽ റെസിസ്റ്റൻസിന് മുകളിലുള്ള 2 അല്ലെങ്കിൽ 3 ദിവസത്തെ ക്ലോസിംഗ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ചാർട്ടാണെങ്കിൽ കുറച്ച് ക്യാൻഡിൽസിനായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എത്ര നേരം കൂടുതൽ മുകളിലേക്ക് സ്റ്റേ ചെയ്യുന്നു അത്രയും അത് റിയൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഷ്യൻസിന് ഇങ്ങനെയുള്ള ഫാൾസ് ബ്രേക്ക്ഔട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പവർഫുൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിൽ ഫാൾസ് സിഗ്നൽസ് ഒഴിവാക്കാനായിട്ട് കൺഫർമേഷൻ എടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നത് വഴിയും അതുപോലെ തന്നെ വോളിയം അനാലിസിസ് അതുപോലെ ടൈം ബേസ്ഡ് കൺഫർമേഷൻ എടുക്കുന്ന വഴിയും ട്രേഡേഴ്സിന് അവരുടെ സക്സസിനുള്ള ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ബ്രേക്ക്ഔട്ട് മാത്രം പോരാ, കൺഫർമേഷൻ ആണ് ഇവിടെ മെയിൻ. സോ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഒക്കെ സെറ്റ് ചെയ്ത് ക്ഷമയോടെ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഗ്രോ ടെർമിനൽ പോലത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ചാർട്ട് അനാലിസിസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സിനായിട്ട് നമ്മുടെ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞ സ്റ്റോക്സ് എല്ലാം ജസ്റ്റ് എക്സാമ്പിൾസ് ആയിരുന്നു. അതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റീസ് അതിൽ ഡെറിവേറ്റീവ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നതൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും അവരുടെ പണം നഷ്ടമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് പ്രൊഡക്റ്റിലേക്ക് കയറാനായിട്ട് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രോ ഒരിക്കലും ഇൻഡിവിജ്വൽ സ്റ്റോക്സ് അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാറുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.